കോഴിക്കോട് മാവൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. ബസ് ജീവനക്കാരെ ഒരു സംഘം മർദ്ദിച്ചു എന്നാരോപിച്ചാണ് സമരം. ജീവനക്കാരുടെ പരാതിയിൽ മാവൂർ പോലീസ് കേസെടുത്തു. മെഡിക്കൽ കോളേജിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും അടക്കമുള്ള യാത്രക്കാർ വലഞ്ഞു. ബസ് തൊഴിലാളികൾക്ക് വരെ ആർക്കും എന്തും കയറാ കുതിര കയറാ എന്നുള്ള നിലപാടാണ് എല്ലാവർക്കും ഉള്ളത്. ആ ഒരു നിലപാട് തിരുത്തുക. ഏത് സ്റ്റേഷനിൽ പോയാലും നമുക്കൊരു വില ഇല്ലാത്ത രീതിയിലാണ്. ആ നിലപാട് തിരുത്തിയേ പറ്റൂ. അല്ലാതെ ഞങ്ങളിതൊരു സമരത്തിന് ആഹ്വാനം ചെയ്യേ ബാക്കി അതിക്രമത്തിന് ഇതിനൊന്നും ഞങ്ങൾ ആരും പോകുന്നില്ല. ഒരു വണ്ടിയും അല്ലെ ഒരു ബസ്സിലെ ജീവനക്കാരും ബസ് ഓടുന്നില്ല എന്നുള്ള തീരുമാനം മാത്രമേ ഇതിന് എടുക്കുന്നുള്ളൂ. ഈ അടിയന്തരമായിട്ടുള്ള സ്ട്രൈക്ക് അത് വളരെയധികം അപകടം പിടിച്ചൊരു സംഭവമാണ്. കാരണം എത്രയോ ആൾക്കാർ മെഡിക്കൽ കോളേജിലായിട്ടും പിന്നെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളും നേഴ്സുമാരിപ്പം ഇവിടുന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ട നേഴ്സുമാരൊക്കെ ഉണ്ട്. എല്ലാം ഇവിടെ ബുദ്ധിമുട്ടായി നിൽക്കുകയാണ്. ഈ അടിയന്തരമായിട്ടുള്ള സ്ട്രൈക്ക് അതൊന്ന് പരിശോധിച്ച് ചെയ്യേണ്ടായിരുന്നു. തൊഴിലാളികളെ നാട്ടുകാർ കൈകാര്യം ചെയ്ത് പറഞ്ഞത് അതും തെറ്റന്നാണ്. അതിനും ഒരിക്കലും പാടില്ല. അത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർ നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം സ്ട്രൈക്ക് ചെയ്താൽ മതിയായിരുന്നാണ് എൻ്റെ അഭിപ്രായം. മുഹമ്മദ് ഷംസീർ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ഷംസീർ, ഇത് എന്താണ് സംഭവം? അവിടെ എന്താണ് ഉണ്ടായത്? ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. അതായത് ഇന്നത്തെ സമരത്തിലേക്ക് നയിച്ച സംഭവങ്ങളുടെ തുടക്കം ഉണ്ടാകുന്നത് ഇന്നലെ വൈകിട്ടാണ്. 4 മണിയോട് കൂടി തെങ്ങിലക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കോഴിക്കോട് അരീക്കോട് റൂട്ടിലോടുന്ന ഒരു സ്വകാര്യ ബസ് ഒരു കാറിൽ തട്ടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നാട്ടുകാരുമായി അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം ബസ് സർവീസ് തുടരുന്നു. എന്നാൽ രാത്രി വീണ്ടും ഇതേ സ്ഥലത്ത് തെങ്ങിലക്കടവ് വെച്ചും പിന്നീട് മറ്റൊരു ഡയമണ്ട് എന്ന് പറയുന്ന മറ്റൊരു ബസ് സ്റ്റോപ്പിൽ വെച്ചും ഇതുപോലെ വീണ്ടും തർക്കമുണ്ടാകുന്നു. ബസ്സിലേക്ക് ഈ നാട്ടുകാർ ഈ ബൈക്ക് ബസ്സിന് കുറുകയിട്ട് നിർത്തി ബസ്സിനകത്ത് കയറി കണ്ടക്ടറെയും ഡ്രൈവറെയും മർദ്ദിച്ചു എന്നാണ് ബസ്സുകാർ പറയുന്നത്. അങ്ങനെ ക്രൂരമായ മർദ്ദനം ബസ്സുകാർക്ക് ഏറ്റുവെന്ന് ബസ് ജീവനക്കാർ പറയുന്നു. ഒപ്പം തന്നെ ബസ്സുകാർ മർദ്ദിച്ചുവെന്ന് നാട്ടുകാരും ആരോപിക്കുന്നുണ്ട്. ഇതാണ് ഈ സംഭവം. ഇതിന് പിന്നാലെയാണ് ബസ് ജീവനക്കാർ ഇന്ന് കോഴിക്കോട് മാവൂർ റൂട്ടിൽ ബസ് സമരം നടത്തുന്നത്. ഇപ്പോൾ കോഴിക്കോട് മാവൂർ റൂട്ട് എന്ന് പറയുമ്പോൾ മാവൂർ ഭാഗത്തേക്കും അരീക്കോട് ഭാഗം എടവണ്ണപ്പാറ ചെറുവാടി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള ബസ് സർവീസിനെ ഇത് ബാധിക്കുന്നുണ്ട്. മാവൂർ വഴി മുക്കത്ത് പോകുന്ന ബസ് ഉൾപ്പെടെയുള്ളവയെ ഈ സർവീസ് ഇന്നത്തെ സമരം ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല കോഴിക്കോട് നിന്നും മെഡിക്കൽ കോളേജിലേക്ക് ഉൾപ്പെടെ കോഴിക്കോട് നിന്നും ഒപ്പം തന്നെ മാവൂർ ഭാഗത്തിനും പ്രത്യേകിച്ച് മാവൂർ ഭാഗത്തിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്കൊക്കെ വരുന്ന ആളുകളെയാണ് കൂടുതലായിട്ട് ഇത് ബുദ്ധിമുട്ടിക്കുന്നത്. ആ തരത്തിലുള്ള പ്രയാസം ഇപ്പോൾ ആളുകൾ നേരിടുന്നു കൂടിയുണ്ട്. ബസ് ജീവനക്കാരുടെ പരാതിയിൽ പോലീസ് നേരത്തെ തന്നെ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരുന്നു. നാട്ടുകാരും ഒരു പരാതി പോലീസ് നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ബസ് ജീവനക്കാരുടെ പരാതിയിൽ 10 പേർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നറിയുന്നു. ഒപ്പം തന്നെ ബസ് ജീവനക്കാരുമായി സംസാരിച്ച് സമരം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ ബസ് ഉടമകൾ പറയുന്നത് ഇതൊരു സമരമല്ല, തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി, അപ്പോൾ ഓടേണ്ടവർക്ക് ഓടാം, ഞങ്ങളേതായാലും ഓടുന്നില്ല എന്നൊരു നിലപാടാണ് ബസ് ജീവനക്കാർ എടുത്തിരിക്കുന്നത്. ഏതായാലും പൂർണ്ണമായും ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ ഇപ്പോൾ ഓടുന്നില്ല എന്നുള്ളതാണ്. ഈ സ്കൂളിലേക്കും ഓഫീസിലേക്കും ഒക്കെ പോകേണ്ട ആളുകൾ വലിയ ബുദ്ധിമുട്ടിപ്പോൾ നേരിടുന്നുണ്ട്. അമൃത. ശരി, മുഹമ്മദ് ഷംസീറാണ് വിവരങ്ങൾ നൽകിയത്.